എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകൾ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും. നീ കോഴിയാണ്. സി ആസ്ഥാന കോഴി, നമ്മൾ ഒരുപാട് കോഴികളെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറിയ ആസ്ഥാനമല്ലെങ്കിലും ആ സ്ഥാനത്തുള്ള ഒരു കോഴിത്തരമൊക്കെ നമ്മൾ ആ പ്രായത്തിലും ചെയ്തിട്ടുണ്ട്. ബാക്കിയുണ്ട്, ഇനിയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം എന്താ പറഞ്ഞത്, നേരത്തെ റംസാൻ പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വിളിച്ചിട്ട്, പിന്നെ ഇതിൻ്റെ നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം, അത് അത്ര ഈസി അല്ല. ഒന്ന് ഫോണിലൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര ഈസി ആയിട്ടുള്ളൊരു കഥയല്ല. ഇതെടുത്ത് കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റിയൊരു കഥയാണ്. അപ്പം ഞാൻ ആകെപ്പാടെ ചോദിച്ചത് ബിബിൻ്റെ അടുത്ത്, എൻ്റെ ക്യാരക്ടർ എന്താണ്, ഇതാണ് എൻ്റെ ക്യാരക്ടർ, ഓക്കെ കൊള്ളാം, ഇത് പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയെന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് കൂടുതൽ എൻ്റെ ഉള്ളിലുള്ള ആക്ടറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അതിനുള്ള കഥാപാത്രങ്ങളെയാണ് നോക്കുന്നത്. പിന്നെ ആക്ടേഴ്സ് ആർ ബെഗേഴ്സ്, നമുക്ക് വരുന്നതേ നമുക്ക് വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കോഴിയാവാൻ വേണ്ടി ഞാൻ കോഴിത്തരം പോയി മറ്റേ മെത്തേഡ് ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോഴി കിടപ്പുണ്ടാവും, അതിനെ കുറച്ചൊന്ന് പുറത്തേക്ക് ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ഒന്നുമില്ല. അത് പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ, അത്രത്തോളം കോഴി നന്നായിട്ടുണ്ടോ ഇല്ലയോ, ഓവറായിട്ടുണ്ടോ ഇല്ലെന്ന് എന്താണെന്ന് എനിക്ക് അവരുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാമല്ലോ, ധൈര്യമാണ്. അതിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഭയങ്കര അടിപൊളി 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 എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പോരായ്മകൾ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. വീഴ്ചകളിൽ നിന്നേ പഠിക്കുള്ളൂ, വിജയത്തിൽ നിന്ന് വളരെ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനിതിൽ എത്രത്തോളം പാഠം പഠിക്കും ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് തിയേറ്ററിൽ കാണാമല്ലോ. അത് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്, അറിഞ്ഞൂടാ. നമ്മളിപ്പം എല്ലാം വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു, ഊബർ ഉണ്ട്, വണ്ടി വീട്ടിലേക്ക്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് എല്ലാം വീട്ടിലേക്ക് അണ്ണാക്കിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ സിനിമയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തിയേറ്ററിന്റെ മൂല്യം കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഡ്യൂറേഷൻ കുറയുന്നുണ്ട്. പണ്ട് 100 ദിവസം, 150 ദിവസം, 250 ദിവസം എൻ്റെ അടുത്തുള്ള തിയേറ്റർ, അതായത് ഞാൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതിൻ്റെ അടുത്ത് എനിക്ക് റിലീസ് സെന്റേഴ്സ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരും പിന്നെ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരണം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പോൾ അവിടെ മുഗൾ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്നതൊരു മാളായി മാറി. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവർ ഇത് മെമൻറ്റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ തെങ്കാശിപ്പെടണം 250 ദിവസം, ചിത്രം ഇത്ര ദിവസം, അങ്ങനെ ഒരുപാട് ഒരുപാട് മെമൻറ്റോസ്. അത് ആ കാലം കഴിഞ്ഞു. അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാൽ പിന്നെ അങ്ങനെയുള്ളൊരു കാലം വരും. അത് സംഭവിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ആ തിയേറ്ററിന്റെ മൂല്യത്തിന് ആ ഡ്യൂറേഷൻ കുറേ ഉണ്ടാവും. പക്ഷെ അന്ന് 200 ദിവസം ഓടുന്നതിന്റെ കാശ് ഇന്ന് ചിലപ്പോൾ 50 75 ദിവസത്തിൽ നമുക്ക് കിട്ടും. കാരണം ടിക്കറ്റിന്റെ റേറ്റ്സ് മാറി, എല്ലാം മാറി, അത് സെന്റേഴ്സ് കൂടി. പണ്ട് കേരളത്തിലൊരു മാക്സിമം പോയിക്കുന്ന 45-50 സെന്റേഴ്സാണ്, റിലീസിങ് സെന്റേഴ്സ് ഉണ്ടാവുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സാഹസത്തിന് എത്ര സെന്റേഴ്സ് ഉണ്ട് റിലീസ്? 130 സെന്റേഴ്സിൽ റിലീസ് ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മൂല്യം, ഡ്യൂറേഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ OTT ആയിട്ട് സൈൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്, ഇത്ര ദിവസം കഴിഞ്ഞ് OTTയിലേക്ക് വരും എന്നുള്ളത്. അത് കഴിഞ്ഞും തിയേറ്ററിൽ ഓടിക്കുന്നുണ്ട് ആ സിനിമ, പക്ഷെ അതിൽ കഥയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ആരെ ഉദ്ദേശിച്ചത്? നാഷണൽ അവാർഡ് എനിക്കറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും. അപ്പുറത്ത് നിൽക്കുന്നവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്.
നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡിന് എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. ഇതിൽ രാഷ്ട്രീയത്തിന് ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് മിനിഞ്ഞാന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകൾ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ, സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാൾ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പം മോനെ പടം കണ്ടു അടി, അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനേക്കാളും വലിയൊരു അവാർഡില്ല. ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദ ഹെക്ക്. അതിന് ഓക്കെ, അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം.